ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനെ വധിച്ചു സുരക്ഷാ സേന. 2 ജവാന്മാർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, പറയൂ. കൃഷ്ണരാജ്, കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട തുടർച്ചയായി നടക്കുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ്. ഇന്നിപ്പോൾ ബിജാപൂർ മേഖലയിലാണ് സുരക്ഷാ സേനയും നക്സലുകളും തമ്മിലൊരു ഏറ്റുമുട്ടൽ വനപ്രദേശത്ത് നടന്നത്. അതിൽ ഒരു നക്സലിനെ വധിച്ചതായാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഏറ്റുമുട്ടലിനിടയിൽ 2 സുരക്ഷാ സേന ജവാന്മാർക്ക് പരിക്കേറ്റതായും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിലവിൽ ഈ ഓപ്പറേഷന് വേഗത കൂടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 2026 മാർച്ച് മാസത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഭീകരമുക്തമാക്കും എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. 2026 മാർച്ച് എത്തുമ്പോൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭീകരരെയും ഒന്നെങ്കിൽ വധിക്കുക, അതല്ലെങ്കിൽ അവരെ തിരിച്ച് അവർക്ക് സറണ്ടർ ആകാനുള്ള അവസരം നൽകുക. എങ്ങനെയായാലും ചുവപ്പ് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയമാണ്. അതിനാൽ തന്നെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ BJP കൂടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട വളരെ സജീവമായി ഇപ്പോൾ സുരക്ഷാ സേന നടത്തുകയാണ്. അതിനാലാണ് ഇപ്പോൾ തുടർച്ചയായി ഇത്തരം വാർത്തകൾ ഛത്തീസ്ഗഡിൽ നിന്നും വരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ബിജാപൂരിലെ വനമേഖലയിലാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായത്. ഒരു നക്സൽ ഭീകരനെ വധിച്ചിരിക്കുകയാണ് അവിടെ. ശരി, ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.